മൈക്രോ നീഡ്ലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൈക്രോ നീഡ്ലിംഗിന് തൊട്ട് പുറകെ തന്നെ ഒരു എനർജി ബേസ്ഡ് ഡിവൈസ്ഡ് ആയിട്ടുള്ള റീസർഫസിങ് ലേസർ. ഇത് ലൂമിനസിൻ്റെ എർബിയം ഗ്ലാസ് ലേസർ റീസർഫസ് എന്നാണ് പേര്. ഈ ലേസർ ജിനാറിൽ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പം ഈ ഒരു ലേസറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് തീരെ ഡൗൺ ടൈം ഇല്ല. ഡൗൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു സ്കാറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലേസർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിൽ നമ്മൾ ലേസർ ചെയ്തതിൻ്റേതായിട്ടുള്ള അടയാളങ്ങളും പാടുകളും വരും. പക്ഷേ ഈ ഒരു ലേസറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലേസർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല, പാടുകൾ കാണത്തില്ല. മിക്ക ലേസറിനും ആ ഒരു പാട് വരും, പൊതുവേ എല്ലാത്തിനും വരും. പക്ഷേ ഈ ഒരു സ്കാറിംഗ് ലേസറിന് മാത്രം ആ പാട് വരത്തില്ല, റീസർഫസ് ലേസറിന് മാത്രം. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. സോ നമ്മൾ ലേസർ കൊടുക്കുന്നതുകൊണ്ട് ഒരു ഐ ഷീൽഡ് പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ റീസർഫസിങ് ലേസർ ഇപ്പോൾ നമ്മൾ ലൂമിനസിൻ്റെ റീസർഫസിങ് ലേസറാണ് യൂസ് ചെയ്യുന്നത് സ്കാർസിനും റീജുവിനേഷനും വേണ്ടിയിട്ട്. നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ മെഷീനിൽ നിന്നുണ്ടാകുന്ന ചൂട് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിപ്പം ഈ റീസർഫസ് ലേസർ അതൊരു എനർജി ബേസ്ഡ് ഡിവൈസാണ്, ലേസർ മെഷീനാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ചൂട് അനുഭവപ്പെടും. അപ്പോൾ ആ ചൂട് കൊണ്ടാണ് പേഷ്യൻറ്റിന് ആ ഒരു ചൂട് കിട്ടുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഐസ് പാക്ക് കൊടുക്കുന്നുണ്ട്. ഷീൽഡ് മാറ്റാണ്. ഒന്നും കൂടെ പേഷ്യൻറ്റിൻ്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് പേഷ്യൻറ്റിൻ്റെ തന്നെ നമ്മൾ ഐസ് പാക്ക് കൊടുക്കും.